എല്ലാവർക്കും നമസ്കാരം. ശ്രീജിത്ത് പണിക്കരാണ് നമ്മുടെ കൂടെ ഉള്ളത്. സർ, വെൽക്കം ടു മറുനാടൻ മലയാളി. താങ്ക് യു. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു. അദ്ദേഹം ഒരു സനാതന ധർമ്മവാദി ആയിരുന്നില്ല, അതിനെതിരെ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അതിനെതിരെ സാമൂഹ്യ പരിഷ്കർത്താവാണെന്ന മാനദണ്ഡത്തിലാണ് സംസാരിച്ചത്. എന്നാൽ അതിനെതിരെ പ്രതികരിച്ച വൺ ഓഫ് ദ എന്താ പറയാ മേജർ ആളുകളിൽ ഒരാളാണ് ശ്രീജിത്ത് പണിക്കർ. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാം? നമ്മൾ എപ്പോഴും ശ്രീനാരായണ ഗുരുവിനെ കണ്ടിരുന്നത് ഒരു സാമൂഹ്യ പരിഷ്കർത്താവ്, കേരളത്തിന്റെ നവോത്ഥാന നായക നിരകളിൽ പെടുന്ന ഒരാൾ എന്നാണ്. പക്ഷെ ശ്രീജിത്ത് തങ്ങളുടെ ചാനലിലെ യൂട്യൂബ് ചാനലിലെ വീഡിയോയിൽ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് അങ്ങനെയല്ല എന്നുള്ള കുറച്ച് വസ്തുതകൾ വെച്ചുകൊണ്ടാണ്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നിശ്ചയമായും. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കുറേ കാലമായിട്ട്, ഇത് ആദ്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല, കഴിഞ്ഞ കുറേ കാലമായിട്ട് ശ്രീനാരായണ ഗുരുദേവൻ ലാർജർ കോണ്ടെക്സ്റ്റിൽ സനാതനധർമ്മത്തിൻ്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ല എന്നും അദ്ദേഹം മറ്റെന്തൊക്കെയോ ആയിരുന്നു എന്ന് മാത്രമായിട്ട് സ്ഥാപിക്കാനായിട്ടുള്ള ഒരു ശ്രമം പല ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് തന്നെ സനാതനധർമ്മം എന്ന് പറയുന്നത് ചാതുർവർണ്ണ്യം എന്ന് പറയുന്ന ഒരു ജാതി വ്യവസ്ഥ മാത്രമാണ് എന്ന രീതിയിലേക്ക് ധരിപ്പിക്കാനായിട്ടുള്ള ഒരു കൊണ്ടുപിടിച്ച ശ്രമം പല രാഷ്ട്രീയ കക്ഷികളുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രചാരം അതിൽ നൽകുന്ന DMK ആണ്. അത് EV രാമസ്വാമി നായ്ക്കരുടെ കാലം മുതൽ തന്നെ അവരത് നടത്തിക്കൊണ്ടുവരുന്ന ഒരു കാര്യവുമാണ്. അതിൻ്റെ പേരിൽ ഒരു ബ്രാഹ്മണ വിരോധം, ബ്രാഹ്മണരെ കൊല ചെയ്യുക തുടങ്ങിയ ആഹ്വാനങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ വലിയ രീതിയിലേക്ക് വരുന്ന സമയത്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു തന്നെ മദ്രാസ് പ്രസിഡൻസി അന്ന് മുഖ്യമന്ത്രിയായിരുന്ന കാമരാജിന് ഒരു കത്തയച്ചിട്ട് EV രാമസ്വാമി നായ്ക്കറെ നിയന്ത്രിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. അതിനുശേഷം അദ്ദേഹം ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ രണ്ടാമത് ഒരു കത്ത് കൂടി അയക്കുന്നുണ്ട്. ഇപ്പോൾ സേലത്ത് വെച്ചോ മറ്റോ നായ്ക്കരുടെ ഒരു പ്രസ്താവനയുണ്ട്. അതിൽ അദ്ദേഹം ബ്രാഹ്മണരെ കൂട്ടക്കൊല ചെയ്യാനുള്ള ഒരു ആഹ്വാനം നടത്തി എന്നതിനെപ്പറ്റി മനസ്സിലാക്കിക്കൊണ്ട് ഇയാളുടെ തലയ്ക്ക് ഭ്രാന്താണ്, അതുകൊണ്ട് ഇയാളെ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി അടച്ച് ചികിത്സ നൽകുകയാണ് വേണ്ടത് എന്നാണ് നെഹ്റു ആ കത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ നെഹ്റുവിൻ്റെ കളക്റ്റഡ് വർക്ക്സിൽ ആ കത്ത് ഉണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കേൾക്കുന്ന സമയത്ത് നെഹ്റുവിനെ പോലെ ഒരാൾ ഇങ്ങനെയൊക്കെ കത്ത് എഴുതുമോ എന്ന് നമ്മൾ ഒരുപക്ഷെ അതിശയിച്ചു പോകും. പക്ഷേ പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്ന കത്താണ്. അപ്പോൾ ആ നിലയ്ക്ക് ബ്രാഹ്മണ വിരോധം ഈ രാമസ്വാമി നായ്ക്കരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു, സനാതനധർമ്മ വിരോധം ഉണ്ടായിരുന്നു. അത് പിന്നീട് DMK അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രമായിട്ട് തന്നെ അവർ സ്വീകരിക്കുകയും പിന്നീട് ഇങ്ങോട്ടുള്ള പല നേതാക്കന്മാരും അതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പറയുകയും ചെയ്തു. അപ്പോൾ ഏറ്റവും അടുത്ത് നമുക്ക് കാണാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് MK സ്റ്റാലിൻ ആണെങ്കിലും ഉദയനിധി സ്റ്റാലിൻ ആണെങ്കിലും ഒക്കെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ അടുത്ത സ്നേഹിതരാണ്, സുഹൃത്തുക്കളാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ, കേരളത്തിൽ തന്നെ EV രാമസ്വാമി നായ്ക്കരുടെ ഒരു പ്രതിമ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സ്റ്റാലിനും മുഖ്യമന്ത്രിയും കൂടി ചേർന്നിട്ട് അത് അനാച്ഛാദനം ചെയ്യുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്, ഒരു മ്യൂസിയം എന്ന രീതിയിലത്തേക്ക്. അപ്പോൾ അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു തുടർച്ചയായിട്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രചരണത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ സനാതനധർമ്മം എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് അങ്ങനെ വിശദീകരിക്കാനായിട്ടുള്ള എളുപ്പം അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരമല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ പറഞ്ഞാൽ പോലും ഭാരതീയമായിട്ടുള്ള കുറേയധികം സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുന്ന ചിന്തകളാണ്, അത്തരത്തിലുള്ള വിവിധ ധാരകളാണ്. അപ്പോൾ അതിൽ ഹിന്ദു മതമുണ്ട്, അല്ലെങ്കിൽ ജൈന മതമുണ്ട്, ബുദ്ധമതമുണ്ട്. ഇതെല്ലാം തന്നെ സനാതനധർമ്മത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നതാണ്. സനാതനധർമ്മം, സനാതന സത്യം എന്നിങ്ങനെ പറയുന്ന വളരെ പെർപ്പച്വലായിട്ടുള്ള ചില കോൺസെപ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതിലൊന്നും തന്നെ മറ്റൊരാളിനെ ഏതെങ്കിലും രീതിയിലത്തേക്ക് മോശമായി കാണണമെന്നോ അല്ലെങ്കിൽ വയലൻസ് ആണ് ഇതിൻ്റെ മുഖമുദ്രയെന്നോ മറ്റൊരാളിനെ കീഴ്പ്പെടുത്തണമെന്നോ മറ്റൊരാളിൻ്റെ വസ്തു അപഹരിക്കണമെന്നോ എന്ന് പറയുന്ന യാതൊരു വിധത്തിലുള്ള കോൺസെപ്റ്റുകളുമില്ല. നേരെ മറിച്ച് എല്ലാ ആൾക്കാർക്കും സുഖം ഭവിക്കട്ടെ എന്ന രീതിയിലത്തേക്കുള്ള ചില സങ്കല്പങ്ങളും അതിൻ പ്രകാരം ആൾക്കാർക്ക് ഈ ദൈവത്തിനെ മൂർത്തിയായി, ആരാധനാമൂർത്തിയായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട സങ്കല്പങ്ങൾ, ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളാണ്. അപ്പോൾ ഈ സനാതനധർമ്മത്തിനെ എതിർക്കുന്ന ആൾക്കാർ സാധാരണ ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർ സംസ്കൃതത്തിനെ എതിർക്കും. രണ്ട്, സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും റൂട്ടായിട്ടുള്ള വേദങ്ങളെ, ഉപനിഷത്തുകളെ അവർ എതിർക്കും. അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. പിന്നീടാണ് ഈ ദേവതാ സങ്കല്പത്തിലേക്കൊക്കെ തന്നെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഏത് നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാലും, അതായത് ഇന്ന് സനാതനധർമ്മത്തിനെ എതിർക്കുന്ന ആൾക്കാർ എന്തൊക്കെ കാര്യങ്ങളാണോ പറയുന്നത്, ആ പറയുന്ന കാര്യങ്ങളുടെ ഒന്നും തന്നെ തള്ളിപ്പറഞ്ഞിരുന്ന ആളല്ല ശ്രീനാരായണ ഗുരുദേവൻ. അപ്പോൾ നമ്മൾ ചാതുർവർണ്ണ്യം എന്നുള്ള ഒരു അവസ്ഥയെ പറ്റിയാണ് പറയുന്നത് എങ്കിൽ, ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത് പെർ സേ നമ്മൾ ഇന്ന് പറയുന്ന കാസ്റ്റ് സിസ്റ്റം അല്ല, ജാതി വ്യവസ്ഥ എന്നുള്ളതല്ല ചാതുർവർണ്ണ്യം പറയുന്നത്. ജാതി വ്യവസ്ഥയിൽ നമുക്ക് ജന്മന കിട്ടുന്നതാണ് ജാതി. അപ്പോൾ അത് മറ്റൊരാളിനെ പിന്നീട് അത് കൺവേർട്ട് ചെയ്തിട്ട് മാറ്റാനായിട്ട് സാധ്യമല്ല. പക്ഷേ ചാതുർവർണ്ണ്യത്തിൽ പറയുന്നതനുസരിച്ച് നിങ്ങളുടെ കർമ്മം, നിങ്ങളുടെ പ്രവൃത്തി എന്താണോ അതാണ് നിങ്ങളുടെ വർണ്ണത്തിനെ നിശ്ചയിക്കുന്നത് എന്ന രീതിയിലത്തേക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേയധികം കാറ്റഗറൈസേഷനാണ് അതിലുണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു സോഷ്യൽ ഇൻജസ്റ്റിസിനെ സനാതനധർമ്മത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നതിൽ കാര്യമില്ല. കാരണം അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ജാതി ചിന്ത എന്ന് പറയുന്ന, അല്ലെങ്കിൽ വിവിധ
തട്ടുകളിലുള്ള ആൾക്കാർ ഒരു മതവിഭാഗത്തിലുണ്ട് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഹിന്ദു മതത്തിൽ മാത്രമല്ല. അത് വിവിധ മതങ്ങളിലുണ്ട്, പല തരത്തിലുള്ള സെക്റ്റുകളുണ്ട്. ഇപ്പോൾ ഇസ്ലാം മതത്തിൽ പോലും വിവിധ വിഭാഗങ്ങളുള്ളതിനെപ്പറ്റി നമുക്കറിയാം. ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ് നിരവധി ഉള്ളതിനെപ്പറ്റി നമുക്കറിയാം. അത് ഏതൊരു വിഭാഗത്തിലാണെങ്കിലും അത് അങ്ങനെ തന്നെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പല പല സ്പർദ്ധകൾ ഉണ്ടാകാറുണ്ട്, പല പോരാട്ടങ്ങൾ ഉണ്ടാകാറുണ്ട്, അധികാര മേൽക്കോയ്മയ്ക്ക് വേണ്ടിയിട്ട്, അവകാശ സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടക്കാറുണ്ട്. ഇന്നും നമ്മുടെ നാട്ടിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ക്രിസ്ത്യൻ ഡിനോമിനേഷൻസ് തമ്മിൽ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ നടക്കുന്ന മത്സരബുദ്ധിയായിട്ട് നടക്കുന്ന കുറേയധികം കാര്യങ്ങളും കോടതി കേസുകളും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒന്ന് മറ്റൊന്നിനോടുള്ള ഒരു വിരോധം കാണിച്ചുകൊണ്ടുള്ള ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു സോഷ്യൽ ഇൻജസ്റ്റിസാണ്. ആ സോഷ്യൽ ഇൻജസ്റ്റിസിനെ നമുക്കൊരിക്കലും സനാതന ധർമ്മത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം ആ രീതിയിലത്തേക്ക് ഇവർ പ്രചരിപ്പിക്കുന്ന പല നുണക്കഥകളും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യമല്ല. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവനെ സംബന്ധിച്ച് മാത്രം നമ്മൾ നോക്കിയാൽ അദ്ദേഹം സംസ്കൃത ഭാഷ പഠിച്ചിരുന്ന സംസ്കൃത പണ്ഡിതനായിരുന്നു. അദ്ദേഹം സംസ്കൃതത്തിൽ എഴുതുന്ന ആളായിരുന്നു. അദ്ദേഹം സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്ന ധ്യാന മന്ത്രങ്ങളുണ്ട്, ശ്ലോകങ്ങളുണ്ട്, ഹോമ മന്ത്രങ്ങളുണ്ട്. അദ്ദേഹം എഴുതിയിരിക്കുന്ന നിരവധിയായിട്ടുള്ള സ്തുതികളുണ്ട്. അതിൽ തന്നെ വിവിധ ഇപ്പോൾ നമ്മൾ പറയും ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യർ എന്ന് പറയുന്നത് തന്നെ സനാതനമല്ല എന്ന് ആൾക്കാർ പറയാറുണ്ട്. കാരണം അത് ഏകദൈവ വിശ്വാസത്തിനെ പറ്റിയാണ് പറയുന്നത് എന്നും ഹിന്ദുക്കൾക്കാണെങ്കിൽ 33 കോടി ദൈവങ്ങളുണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെയാണ് എങ്കിൽ പോലും നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവൻ വിവിധ പ്രതിഷ്ഠകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം 30-ലധികം ക്ഷേത്രങ്ങൾക്ക് അവിടെ ബിംബപ്രതിഷ്ഠ നടത്തിയിട്ടുള്ളയാളാണ്. അതിൽ തന്നെ മെജോറിറ്റി ദേവിയാണ്. ദേവിയുടെ തന്നെ ഭഗവതി, ഭദ്രകാളി തുടങ്ങിയ പല ഭാവങ്ങളിലുള്ള പ്രതിഷ്ഠകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതെല്ലാം തന്നെ തന്ത്രവിധി പ്രകാരം തന്നെ അദ്ദേഹം നടത്തിയിരിക്കുന്നതാണ്. അതുകൂടാതെ ശിവന്റെ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്, അർദ്ധനാരീശ്വര പ്രതിഷ്ഠ, സുബ്രഹ്മണ്യ പ്രതിഷ്ഠ തുടങ്ങി ഇതെല്ലാം അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഇവരെ എല്ലാം തന്നെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം ധ്യാന ശ്ലോകങ്ങളടക്കം അദ്ദേഹം എഴുതിയിട്ടുള്ളയാളാണ്. അദ്ദേഹം അഗാധമായ വേദ പാണ്ഡിത്യം ഉണ്ടായിരുന്ന പണ്ഡിതനായിരുന്നു. വേദങ്ങളെ അദ്ദേഹം മനസ്സിലാക്കി എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം അതിനെ വ്യാഖ്യാനിക്കാനും ആൾക്കാർക്ക് വിശദീകരിച്ചു കൊടുക്കാനായിട്ട് തയ്യാറായിരുന്നയാളാണ്. ഉപനിഷത്തുകളിൽ അദ്ദേഹത്തിന് അഗാധമായിട്ടുള്ള പാണ്ഡിത്യവും ജ്ഞാനവും ഉണ്ടായിരുന്നു. ഈശാവാസ്യോപനിഷത്ത് ഉൾപ്പെടെയുള്ള ഉപനിഷത്തുകൾക്ക് ഭാഷ്യം അദ്ദേഹം പിന്നീട് എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെ ഒന്നും തന്നെ ഒരിക്കലും, അതായത് സനാതന ധർമ്മത്തിനെ എതിർക്കുന്ന ആൾക്കാർ എന്തൊക്കെ സ്ക്രിപ്ചറുകളെയാണോ എതിർക്കുന്നത് അതിനെ ഒന്നും തന്നെ എതിർക്കാത്ത, അതായത് സ്മൃതികളെയോ ശ്രുതികളെയോ യന്ത്രത്തെയോ തന്ത്രത്തെയോ മന്ത്രത്തെയോ ഒരു കാലത്തും എതിർക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. അത് തന്നെയുമല്ല, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പല കൃതികളിലും ഇതിൻ്റെയൊക്കെ തന്നെ മാഹാത്മ്യത്തെക്കുറിച്ച്, മഹത്വത്തെക്കുറിച്ച്, പൂജാ പദ്ധതികളെക്കുറിച്ച് ഒക്കെ തന്നെ വളരെ കൃത്യമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് സനാതന ധർമ്മ വിശ്വാസി ആകാതിരിക്കുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇപ്പോൾ ഇവിടെ സാഡ്ലി വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തെ പറ്റി പല പല കഥകൾ പറയുന്നു എന്നതിനപ്പുറത്തേക്ക്, അതായത് സനാതനം എന്നുള്ള വാക്ക് ഗുരു ഉപയോഗിച്ചിട്ടില്ല, ഒരിക്കലും അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ധർമ്മം മറ്റൊന്നാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലതരത്തിലുള്ള നുണക്കഥകൾ സൃഷ്ടിക്കാനായിട്ട് ആൾക്കാർ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന രണ്ട് പ്രധാനപ്പെട്ട സംവാദങ്ങളിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒന്നൊരു സംവാദവും മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പബ്ലിക്കായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സെർമൺ എന്നൊക്കെ പറയാവുന്ന ഒന്നാണ്. ഇങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങളിലും അദ്ദേഹം പറഞ്ഞിരുന്നത് സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട് ഹിന്ദുമതത്തിൻ്റെ നിലനിൽപ്പിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണോ സാധാരണ രീതിയിലത്തേക്കുള്ള സനാതന ധർമ്മം, നമ്മൾ എന്താണോ അതുകൊണ്ട് വിവക്ഷിക്കുന്നത് അത് തന്നെയാണ് താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ തന്നെ ആദ്യം ഉണ്ടായിരുന്നത് 1925 കേരളകൗമുദി തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന, കേരളകൗമുദിയുടെ സ്ഥാപകനായിട്ടുള്ള CV കുഞ്ഞിരാമൻ തന്നെ നടത്തിയിരുന്ന ഒരു സംവാദമാണ്. അപ്പോൾ ആ സംവാദം 1925 അത് 1101 കന്നിമാസം 23 എന്നാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഭാഷ്യം അത് കേരളകൗമുദി തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2 വർഷങ്ങൾക്ക് മുൻപ് കേരളകൗമുദി മറ്റൊരു ലേഖനത്തിൽ അതിലേക്ക് റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. അത് പിന്നീട് വന്നിരിക്കുന്ന പല പുസ്തകങ്ങളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ തന്നെ അദ്ദേഹം പറയുന്നത് സനാതനമായിട്ടുള്ള ഒന്നിനെയും, സനാതനമായിട്ടുള്ള ഏതെങ്കിലും ഒരു ധർമ്മത്തെയോ സത്യത്തെയോ അടിസ്ഥാനപ്പെടുത്തിയല്ലാതെ ഒരു മതത്തിന് നിലനിൽക്കാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു മതമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ വളരെ സനാതനമായിട്ടുള്ള ഒരു ധർമ്മമോ സത്യമോ അടങ്ങിയിരിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് പിന്നീടുള്ള പല പുസ്തകങ്ങളിലും റെഫറൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം SNDP യോഗത്തിൻ്റെ 24ാമത് സമ്മേളനം, വാർഷിക യോഗം, അത് നടക്കുന്ന സമയത്ത് 2 വർഷം കൂടി കഴിഞ്ഞതിന് ശേഷം 1927 അത് പള്ളാത്തുരുത്തിയിൽ നടക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഏറ്റവും വിഖ്യാതമായിട്ടുള്ള വാക്യം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറയുന്നതിനെ പറ്റി അദ്ദേഹം കൂടുതലായിട്ട് വിശദീകരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വിശദീകരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത്, ഈ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുള്ള സനാതന ധർമ്മം അങ്ങനെയുള്ള ഒരു മതമാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരെ എല്ലാം ഒന്നായി ചേർക്കുന്നതിന് ഈ SNDP എന്ന സംഘടനയ്ക്ക് കഴിയണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറയുന്നത് ഇപ്പോൾ പല ആൾക്കാരും പറയുന്നത് പോലെ അത് ബഹുദൈവ സങ്കല്പത്തിനെ തള്ളിപ്പറയുക എന്നുള്ള രീതിയിലത്തേക്കല്ല. അദ്ദേഹം അവിടെ പറയുന്ന
വിശ്വാസം എന്ന് പറയുന്നത് സനാതന ധർമ്മവുമായി നിരക്കുന്നതാണ് എന്ന് അദ്ദേഹം തന്നെയാണ് പറയുന്നത്. അത് പറഞ്ഞതിന് ശേഷം ഇതിൽ ഇപ്പം നമുക്കറിയാം SNDP എന്ന് പറയുന്നത് സാധാരണ ഈഴവ വിഭാഗത്തിലുള്ള ആൾക്കാരുടെ മാത്രം അംഗത്വമാണ് അതിൽ സാധാരണയുള്ളത്. പക്ഷെ അദ്ദേഹം പറയുന്നത് സനാതനമായി ചിന്തിക്കുന്ന ഏതൊരാളിനെയും ഈ സംഘടനയിലേക്ക് ചേർക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ അദ്ദേഹത്തിൻ്റെ പബ്ലിക് സെർമണാണ്. അപ്പോൾ അതിൽ പോലും സനാതന ധർമ്മം എന്നതിനെ തള്ളി പറയാനായിട്ട് അദ്ദേഹം തയ്യാറായിട്ടില്ല. പിന്നെ ഈ ഒറ്റ ദൈവം എന്നൊക്കെ പറയുന്ന സങ്കല്പം തന്നെ അദ്വൈത വേദാന്തമാണ്. അത് രണ്ടില്ല, അതൊന്നാണ് എന്ന രീതിയിലത്തേക്ക് പറയുന്നത്. അപ്പം അതിന് വേദാന്തത്തിന് പോലും അദ്ദേഹം സൂത്രം ചമച്ചിട്ടുണ്ട്. ഇപ്പം ഈ വേദാന്ത സൂത്രം എന്ന രീതിയിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതായത് ഒരു വലിയ ലാർജർ കോൺസെപ്റ്റിലുള്ള ഒരു കാര്യത്തിനെ ഏറ്റവും സംക്ഷിപ്ത രൂപത്തിലേക്ക് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ അത് പലപ്പോഴും പല ആൾക്കാരും ഇത്തരത്തിലുള്ള സൂത്രങ്ങൾ രചിച്ചിട്ടുണ്ട് എങ്കിലും അതൊന്നും തന്നെ കൺസൈസ് ആണ്. പക്ഷെ അതൊന്നും തന്നെ ഈ പ്രധാനപ്പെട്ട എന്തിനെയാണോ ഇവർ ഈ സംക്ഷിപ്ത രൂപത്തിലേക്ക് പറയാൻ പറ്റുന്നത് അതിൻ്റെ എല്ലാ അന്തസ്സത്തെയും ഉൾക്കൊള്ളുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ വേദാന്ത സൂത്രത്തിനെ പറ്റി പറയുന്നത് തന്നെ എല്ലാവിധ അതിൻ്റെ ലക്ഷണങ്ങളെയും അതിൻ്റെ എല്ലാവിധ അന്തസ്സത്തെയും പൂർണ്ണമായി അദ്ദേഹം 24 വരികളിലാക്കി മാറ്റിയിട്ടുണ്ട് എന്നാണ്. അത് അവസാനിക്കുന്നത് തന്നെ തസ്മാത് തസ്യ സത്വാച്ച എന്നാണ്. എന്ന് വെച്ചാൽ ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട് ഒരു നിലനിൽപ്പ് ഒന്നിനുമില്ല, സർവം ബ്രഹ്മമയം എന്നാണ്. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് പോലെ സർവവും ബ്രഹ്മമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്വൈത വേദാന്ത ദർശനമാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആദിശങ്കരനാണ് അദ്വൈത വേദാന്ത ദർശനത്തിൻ്റെ ഏറ്റവും വലിയ വക്താവും പ്രയോക്താവുമായിരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരൊറ്റ ദേവതാ സങ്കല്പം എന്ന രീതിയിലത്തേക്കാണോ? അങ്ങനെയല്ല. ദൈവം ഒന്നേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ ആരാധനാ മൂർത്തി എന്നുള്ളതാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ കാണുന്നത്. ശങ്കരൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന നിരവധി പ്രതിഷ്ഠകൾ ഉള്ളതുപോലെ തന്നെ ഗുരുദേവനും പ്രതിഷ്ഠിച്ചിരിക്കുന്ന നിരവധി പ്രതിഷ്ഠകളുണ്ട്. അപ്പോൾ ഇവിടെയുള്ള പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം എന്ത് തരത്തിലുള്ള ഒരു യൂണിറ്റിയാണ് ആൾക്കാരിൽ ഉണ്ടാകേണ്ടത്. നമ്മുടെ ഈ ജാതി ചിന്തയെ എതിർക്കുമ്പോൾ പോലും ഈ പല ജാതി വിഭാഗങ്ങളിലുള്ള ആൾക്കാരെല്ലാവരും തന്നെ ഇതൊരൊറ്റ സനാതന ധർമ്മമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒന്നായി നിൽക്കണം. അതുകൊണ്ടാണ് സംഘടനയെ വിപുലപ്പെടുത്തുന്നതിന് വേണ്ടി അങ്ങനെ ചിന്തിക്കുന്ന എല്ലാവരെയും കൊണ്ടുവരണം എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിന് SNDPയുടെ ഭരണഘടനയിൽ ഉൾപ്പെടെ ഈഴവ സംഘടന, ഈഴവരുടെ ഉന്നമനം എന്ന രീതിയിലുള്ള വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. ഗുരുവിന്റെ ഒരു സങ്കല്പത്തിൽ അങ്ങനത്തെ ഒരു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒന്നായിരുന്നു എന്നുള്ളതിന് വിമർശനങ്ങളുണ്ട്. അല്ല, അത് നോക്കൂ, പല സംഘടനകൾക്കും പ്രവർത്തന രീതിയിലത്തേക്ക് വരുന്ന അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് 24ാമത്തെ വാർഷികത്തിൽ ഗുരു അത് പറയുന്നതിന് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ചിന്തയ്ക്കനുസരിച്ചല്ല അത് പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ടാണ്. കാരണം ഇതൊരു പ്രത്യേക സമുദായത്തിൻ്റെ മാത്രം സംഘടന എന്ന രീതിയിലത്തേക്ക് പോകുന്നു എന്ന തോന്നലുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് തന്നെ ഇത് പറയേണ്ടി വന്നത്. അതായത് ഇത് നമ്മൾ പറയുന്ന നമ്മുടെ ഒരു ജാതിയെന്നോ നമ്മുടെ ഒരു മതമെന്നോ നമ്മൾ കാണുന്ന ദൈവമെന്നോ രീതിയിലത്തേക്കല്ല ചിന്തിക്കേണ്ടത്. അതാണ് സനാതനമായിട്ടുള്ള വിശ്വാസം. അങ്ങനെ വിശ്വസിക്കുന്ന എല്ലാവരെയും നമ്മൾ ഇതിലേക്ക് ചേർത്തുകൊണ്ട് ഈ സംഘടനയെ ബലപ്പെടുത്തണം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് വേറെയായിരുന്നു. ഇനി അത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ തന്നെ പല കാര്യങ്ങളില്ലേ. ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവനെ തന്നെ ദൈവമായി കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ പ്രതിഷ്ഠകളും അദ്ദേഹത്തിൻ്റെ തന്നെ ക്ഷേത്രങ്ങളും ഒക്കെ തന്നെ ശ്രീനാരായണീയരായിട്ടുള്ള നിരവധി ആൾക്കാർ ചെയ്യുന്നുണ്ട്. ശ്രീനാരായണ ഗുരുക്ഷേത്രം എന്ന രീതിയിലത്തേക്ക് അത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റിന് ശ്രീനാരായണ ഗുരു തയ്യാറായിരുന്നോ എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത പോയി കഴിഞ്ഞാൽ അത് വേറെ ഒരു ഡിസ്കഷനാണ്. അതേപോലെ തന്നെ മദ്യവുമായി ബന്ധപ്പെട്ട് എന്താണ് അദ്ദേഹം പറഞ്ഞിരുന്നത്, ആ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എത്ര പേര് പിന്നീട് അനുവർത്തിക്കുന്നുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രായോഗിക തലത്തിൽ വരുന്ന സമയത്ത് പലപ്പോഴും പല ആൾക്കാരും അതൊന്നും തന്നെ പാലിക്കാറില്ല. പക്ഷേ നമ്മളതൊരു ദർശനമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു സമുദായത്തിനോടുള്ള ക്രിറ്റിസിസത്തിനെ ഒക്കെ തന്നെ നമ്മൾ മാറ്റിയിട്ട് പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ ദർശനത്തിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ദർശനം എന്ന് പറയുന്നത് നിർമ്മലമായിരുന്നു. അതിൽ അദ്ദേഹം ഏതെങ്കിലും ഒരാളിനോടുള്ള ഒരു വിദ്വേഷമല്ല പറഞ്ഞിരുന്നത്. അദ്ദേഹം എല്ലാവരും ഇതിലേക്ക് വരണം എന്ന രീതിയിലത്തേക്കുള്ള കോൺസെപ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപക്ഷെ ഒരു ഗുരുശിഷ്യ ബന്ധം വരെ ഉണ്ട് എന്ന രീതിയിൽ പോലും പിന്നീട് ഡിസ്പ്യൂട്ടുകൾ ഉണ്ടായിട്ടുള്ള, ഇപ്പോഴും ആ ഡിസ്പ്യൂട്ടുകൾ നടക്കുന്ന ആൾക്കാരൊക്കെയായിരുന്നു. അദ്ദേഹം ആരോടൊപ്പം തന്നെയായിരുന്നു സഹകരിച്ചിരുന്നത്. ഇപ്പോൾ ചട്ടമ്പി സ്വാമികളെ പോലെയുള്ള ആൾക്കാർ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം മറ്റൊരു സമുദായമാണല്ലോ. പക്ഷേ എങ്കിൽ പോലും ഇവരെല്ലാവരും തമ്മിൽ ഒന്നിച്ചൊരു കോമൺ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അതായത് കേവലം ഇങ്ങനെ സെർമൺസിൽ കൂടിയോ അല്ലെങ്കിൽ എഴുത്തുകളിൽ കൂടിയോ പറയുക എന്നതിനപ്പുറത്തേക്ക് പ്രാക്ടിക്കലായിട്ട് തൻ്റെ ജീവിതത്തിൽ തന്നെ അദ്ദേഹം അത് കാണിച്ചു തന്നെയാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ സനാതനധർമ്മമാണ് അദ്ദേഹം പ്രചരിപ്പിച്ചത് എന്നത് സമ്മതിക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം? ഇപ്പോൾ സനാതനധർമ്മം എന്ന് പറയുന്നത് എന്തോ ഒരു ഈവിളാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു നറേറ്റീവാണ് വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ജാതി ചിന്ത മാത്രമാണ്, ഇവിടെ ജാതി ഉണ്ടാക്കിയിരിക്കുന്നത് സനാതനധർമ്മമാണ്. ഞാനൊരു ലളിതമായിട്ടുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് സനാതനധർമ്മമാണോ കേരളം ഭരിക്കുന്നത്? ഇന്ന് സനാതനധർമ്മമാണോ ഇന്ത്യ ഭരിക്കുന്നത്? അല്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരാൾ മുന്നോക്ക ജാതിയാണ് പിന്നോക്ക ജാതിയാണ് എന്ന് പറയുന്നത് ആരാണ്? ഇവിടുത്തെ സർക്കാരാണ്. നിങ്ങളുടെ ഒരു പേപ്പറിൽ സർക്കാരാണ് നിങ്ങൾ ഫോർവേഡ് കാസ്റ്റ് ആണോ നിങ്ങൾ ബാക്ക്വേഡ് കാസ്റ്റ് ആണോ എന്ന് പറയുന്നത്. ബാക്ക്വേഡ് കാസ്റ്റ് ഏതൊക്കെയാണ് എന്ന് പറയുന്നത് സർക്കാരാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ പിന്നാക്കക്കാരനാണ് എന്നൊരാളിനോട് ഇന്ന് പറയുന്നത് സനാതനധർമ്മമൊന്നുമല്ല.
ഇനി അതിനേക്കാൾ കൂടുതലായിട്ടുള്ള സൂപ്പർലേറ്റീവ് ചിന്തകൾ നിങ്ങൾക്കുണ്ടാകണമെന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെയുള്ള കുറേയധികം ക്ഷേത്രങ്ങളുണ്ടല്ലോ, ആ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഒരു പ്രത്യേക ബ്രാഹ്മണ പാരമ്പര്യത്തിലുള്ള ആൾക്കാർ മാത്രമേ പൂജ നടത്താവൂ, അതുകൊണ്ട് അത്തരത്തിലുള്ള ആൾക്കാരിൽ നിന്ന് മാത്രമേ അപേക്ഷ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ തന്നെ സർക്കുലർ അല്ലേ? ഞാൻ പറഞ്ഞത് ഇവിടെ മറ്റു പല ആൾക്കാരും ഇപ്പോൾ തന്ത്രവിദ്യാപീഠം പോലെയുള്ള ആൾക്കാരെ തന്ത്രം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പൂജാ പദ്ധതികൾ പഠിപ്പിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഒക്കെ ക്ഷേത്രങ്ങൾ പോലുമുണ്ട്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊന്നും തന്നെ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു ബ്രാഹ്മണർ മാത്രം പൂജിക്കണമെന്ന രീതിയിലത്തേക്കുള്ള കോൺസെപ്റ്റ് ഒന്നുമില്ല. അവരവിടെ വരുന്ന എല്ലാവരെയും പഠിപ്പിക്കുന്നുണ്ട്. അവർക്കൊക്കെ തന്നെ അവിടെ ശാന്തിയായിട്ട് പൂജാരിയായിട്ടൊക്കെ തന്നെ അവർ അപ്പോയിൻമെൻറ്റ് പ്ലേസ്മെൻറ്റ് കൊടുക്കാറുണ്ട്. ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യം മാത്രം പറയുകയും ഇന്ന ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ മാത്രം അപേക്ഷിച്ചാൽ മതി എന്ന് പറയുകയും അതിവിടെ നടത്താതിരിക്കുകയും ഈ സർക്കാർ പേപ്പറുകളിൽ മാത്രം ഇന്ന് നീ മുന്നാക്കം നീ പിന്നാക്കം എന്ന് പറയുകയും ചെയ്തിട്ട് ഇതെല്ലാം മാറ്റാൻ കഴിവുള്ള ഒരു സർക്കാരിന് അത്ര വിപ്ലവാത്മകമായിട്ടൊന്നും ചിന്തിക്കാതെ അവസാനം വന്നതിന് ശേഷം പറയുന്നതാണ് ഗുരു സനാതന ധർമ്മത്തിൻ്റെ വക്താവോ പ്രയോക്താവോ അല്ല, ക്ഷേത്രത്തിൽ കയറുന്നുണ്ടെ ഷർട്ട് ഇടണം. ഇതാണോ നമ്മുടെ വിപ്ലവം? ഞാൻ പറഞ്ഞ ഇതിനപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള എത്രയോ കാര്യങ്ങൾ. ഇങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഗുരുവിനെ ഒരു നവോത്ഥാന നായകൻ സങ്കല്പത്തിൽ ആണ് പലപ്പോഴും അഡ്രസ് ചെയ്യുന്നത്. സാമൂഹിക പരിഷ്കർത്താവാണെന്ന് പറയുന്നത്. നിങ്ങൾ ഗുരുവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയ ഒരാൾക്ക് അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നതും ചേർത്ത് പിടിച്ചിരുന്നതും ഹിന്ദു എന്ന് പറയുന്ന മതവുമായി ബന്ധപ്പെട്ട അല്ലെ സനാതനവാദം നമുക്ക് വ്യക്തിപരമായി എനിക്കും പലയിടങ്ങളിൽ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഏതൊരു കാറ്റഗറിയിലാണ് ശ്രീജിത്ത് ഗുരുവിനെ ഇടുക? കാറ്റഗറൈസ് ചെയ്യണോ എന്നുള്ളത് മറ്റൊരു ചർച്ച. നവോത്ഥാന നായകനായോ സാമൂഹിക പരിഷ്കർത്താവായാണോ നമ്മൾ അദ്ദേഹത്തെ കൺസിഡർ ചെയ്യുന്നത്? അല്ല, അദ്ദേഹം രണ്ടുമാണ്. കാരണം നമ്മുടെ ഇത്തരത്തിലുള്ള സനാതന ധർമ്മത്തിൻ്റെ പ്രചാരകരായിട്ടുള്ള പല ആൾക്കാരും ഒരേ സമയം സാമൂഹ്യ പരിഷ്കർത്താക്കളുമായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഇദ്ദേഹത്തിൻ്റെ തന്നെ സതീർത്ഥ്യനായിരുന്ന, ഇദ്ദേഹത്തിൻ്റെ തന്നെ സമകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ നായർ സമുദായത്തിൽപ്പെട്ടിരുന്ന ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ ചിന്തകൾ എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിൻ്റെ വളരെ സൂപ്പർലേറ്റീവായിട്ടുള്ള ഒരുപക്ഷെ ഇന്നത്തെ ആധുനിക കാലത്തിൽ പോലും ആൾക്കാർ അത്രത്തോളം ലെവലിലേക്ക് ചിന്തിക്കാൻ വരാത്ത രീതിയിലത്തേക്കുള്ള കാലഘട്ടത്തിന് മുന്നേ പോയ ചിന്തകളുള്ള ആളായിരുന്നു. അന്ന് പലപ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു, ഈ വേദം പഠിക്കുന്നത് സ്ത്രീകൾ പഠിക്കാൻ പാടില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. വേദം പഠിച്ചു എന്ന് മാത്രമല്ല, സ്ത്രീകൾ ഇത് പഠിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിച്ച ആളാണ്. എന്ന് വെച്ചാൽ സനാതന ധർമ്മത്തിനെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് തന്നെ ഇത് വേദകാലഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, സ്ത്രീകൾക്ക് വേദം പഠിക്കാൻ പറ്റുമായിരുന്നു, സ്ത്രീകൾ വേദം പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വേദങ്ങളിൽ നിന്ന് തന്നെയുള്ള കഥകളെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം അതിനെ സമർത്ഥിക്കാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മുടെ ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ അദ്ദേഹം പറയുന്നുണ്ട്, വേദത്തിൽ ഇന്ന കഥയിൽ ഇന്നത് പറയുന്നുണ്ട്, ഇന്ന കഥയിൽ ഇന്നത് പറയുന്നുണ്ട്, അവിടെയുള്ള സ്ത്രീ കഥാപാത്രത്തിൻ്റെ പേര് ഇന്നതാണ്, അവർ വേദം പഠിച്ചിട്ടുണ്ട്, അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ വേദം പഠിക്കാമെങ്കിൽ ഇന്ന് എന്തുകൊണ്ട് സ്ത്രീകൾക്ക് വേദം പഠിച്ചുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് വേദത്തിനെ ഏത് രീതിയിൽ വായിക്കണം, വേദത്തിനെ ആരൊക്കെ വായിക്കണം എന്നൊക്കെ പറഞ്ഞ് കൺവെൻഷനലി ഉണ്ടായിരുന്ന ചില തെറ്റിദ്ധാരണകളെ തിരുത്തുന്നതിന് വേണ്ടി വളരെ വിപ്ലവകരമായിട്ട് ചിന്തിച്ചയാളാണ്. എന്ന് വെച്ചാൽ ഒരേ സമയം സനാതന ധർമ്മത്തിനെ പ്രചരിപ്പിക്കുകയും അതേസമയം തന്നെ സാമൂഹ്യമായിട്ട് നിന്നിരുന്ന തെറ്റായിട്ടുള്ള ചില വിശ്വാസങ്ങളെ, തെറ്റായിട്ടുള്ള ചില ഇൻജസ്റ്റിസുകളെ ഒക്കെ തന്നെ എതിർക്കുകയും ചെയ്തിരുന്നയാളാണ്. അപ്പോൾ ശരിയായ രീതിയിൽ നമ്മളൊരു ധർമ്മത്തിനെ പിന്തുടരുകയാണ് എങ്കിൽ അതുവഴി വന്നു കൂടുന്നത് കുറേയധികം തെറ്റുകളെ തിരുത്തുക എന്നതുകൂടിയായിരിക്കും. അപ്പോൾ ഒരേ സമയം ഇതിലേതാണ് വലുത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമൂഹ്യ പരിഷ്കർത്താവ് ആകുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ടോ ഒരു പൊതുപ്രവർത്തകനായിട്ടോ ഒന്നുമല്ല ഒരാൾ സാമൂഹ്യ പരിഷ്കർത്താവാകുന്നത്. ആദ്യം അദ്ദേഹം പഠിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ റൂട്ട്സാണ്, അദ്ദേഹത്തിൻ്റെ ഹോംവർക്കാണ്. ആ ഹോംവർക്ക് എന്ന് പറയുന്നത് ഈ ധർമ്മവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളെ മനസ്സിലാക്കുക, അതിനെ വിശദീകരിക്കുക, അതിന് വ്യാഖ്യാനങ്ങൾ ചമയ്ക്കുക, അതിനെക്കുറിച്ച് പുതുതായിട്ട് എഴുതുക. ഇത് ചെയ്തതിന് ശേഷം അവർ സോളിഡിഫൈ ചെയ്യുകയാണ് അവരുടെ ആ ഒരു കോൺസെപ്റ്റിലുള്ള ആ ധർമ്മത്തിലുള്ള വിശ്വാസത്തിനെ. അതിനുശേഷമാണ് പുറത്ത് കാണുന്ന അനീതികളെ കാണുമ്പോൾ നിങ്ങൾ ഈ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ശരിയല്ല, ഇത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ പറയുന്ന രീതിയിലത്തേക്കുള്ള പ്രതിഷ്ഠകൾ ഉണ്ടാവുക. അപ്പോൾ വിപ്ലവകരമായിട്ടുള്ള പ്രതിഷ്ഠകൾ ഉണ്ടാകുക. ആ പ്രതിഷ്ഠകൾ ഉണ്ടാകുന്ന സമയത്തും തന്ത്രവിദ്യാപരമായിട്ടുള്ള തന്ത്രശാസ്ത്ര പ്രകാരമായിട്ടുള്ള രീതിയിലാണ് ഈ പ്രതിഷ്ഠകൾ നടത്തുന്നത്. അതിൽ നിന്ന് വിരുദ്ധമായിട്ട് ശ്രീനാരായണ ഗുരുദേവൻ എവിടെയും പ്രവർത്തിച്ചിട്ടില്ല. അതിനെ ഒരിക്കലും അദ്ദേഹം തള്ളി പറഞ്ഞിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും പ്രതിഷ്ഠിക്കാം, അതായത് എൻ്റെ വിഭാഗത്തിലുള്ള ആൾക്കാർക്കും പ്രതിഷ്ഠിക്കാം എന്നാണ് അദ്ദേഹം കാണിച്ചതിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്കിൽ അതേ സമയത്ത് തന്നെ തന്ത്രവിദ്യയിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് മാത്രമാണ് പ്രതിഷ്ഠകൾ നടക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഓർമ്മയുള്ള ഒരു സംഭവം, ഏതാണ്ട് ഒരു 5-6 വർഷം മുമ്പ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഗുരു തന്നെ സ്ഥാപിച്ച പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രത്തിലേക്ക് പോയിട്ട് അവിടെ ഷർട്ട് ഇട്ടുകൊണ്ട് കയറാൻ പാടില്ല, ഷർട്ടും ബനിയനും ധരിച്ച് പുരുഷന്മാർ പ്രവേശിക്കരുത് എന്ന് എഴുതി വെച്ചിരുന്ന ബോർഡ് എടുത്തു മാറ്റിയിട്ട് അദ്ദേഹം ഇതൊരു പുതിയ പരിഷ്കാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഷർട്ട് ഇട്ട് അവിടെ കയറുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ മറ്റുള്ള ആൾക്കാരും അവിടെ കയറുന്നു. അപ്പോൾ അതുവരെ അവിടെ ആൾക്കാർ ഷർട്ട് ധരിക്കുന്നുണ്ടായിരുന്നില്ല. മറ്റ് പല ക്ഷേത്രങ്ങളിലേതും പോലെ തന്നെയാണ് അവിടെ ആൾക്കാർ പ്രവേശിച്ചിരുന്നത്. പക്ഷെ മനസ്സിലാക്കേണ്ടത് ശ്രീനാരായണ ഗുരുവിൻ്റെ കാലത്തും ഈ മേൽവസ്ത്രം എന്ന് പറയുന്നത് മാറ്റിയിട്ടാണ് അവിടെ പ്രവേശിക്കുന്നത്.
എന്ന് വെച്ചാൽ അന്ന് എന്തുണ്ടായിരുന്നോ ആ ഒരു കോൺസെപ്റ്റിനെ, അത്തരത്തിലുള്ള കാര്യങ്ങളെ ആയിരുന്നില്ല അദ്ദേഹം വെല്ലുവിളിച്ചത്. നേരെ മറിച്ച് ഇവിടെയുള്ള വിശ്വാസങ്ങളാണെങ്കിലും പദ്ധതികളാണെങ്കിലും എല്ലാ ആൾക്കാർക്കും ഒരേപോലെ അതിലുള്ള അവകാശമുണ്ടാകണം, അത് പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ടാകണം എന്നാണ് പറയുന്നത്. അതുവഴിയാണ്, അതായത് താൻ വിശ്വസിച്ചിരുന്ന ധർമ്മത്തിൻ്റെ പ്രചാരകനായിട്ട് തന്നെയാണ് അദ്ദേഹം ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് മാറുന്നത്. അതല്ലാതെ മറ്റേതെങ്കിലും നിലയിലല്ല. അദ്ദേഹം ഒരു അഭിഭാഷകനായിട്ടല്ല, അദ്ദേഹം പ്രാഥമികമായിട്ടൊരു കവിയായിട്ടല്ല. അദ്ദേഹത്തിൻ്റെ കവിത്വം എന്ന് പറയുന്നത് പോലും അദ്ദേഹത്തിൻ്റെ സനാതന ധർമ്മത്തിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്ന അസംഖ്യം കൃതികളാണെങ്കിലും സൂക്തങ്ങളാണെങ്കിലും ഹോമമന്ത്രങ്ങളാണെങ്കിലും ഒക്കെ തന്നെ. അപ്പോൾ എനിക്ക് വളരെ അതിശയം തോന്നുന്നത് തന്നെ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഏറ്റവും വിഖ്യാതമായിട്ടുള്ള ഹോമമന്ത്രം പോലും എല്ലാ ദിവസവും ചൊല്ലുന്ന ശ്രീനാരായണ ഗുരു മഠങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ പോലും ഇത് സനാതന ധർമ്മമല്ല എന്നൊക്കെ തന്നെ പ്രചരിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ അത് കേൾക്കുന്ന ആൾക്കാർ ഇത് സനാതന ധർമ്മ മന്ത്രമല്ല, സനാതന ധർമ്മമല്ല എന്നൊക്കെ പ്രചരിപ്പിക്കാൻ നിൽക്കുന്നതിന് പിന്നിൽ ഗൂഢമായിട്ടുള്ള ഉദ്ദേശങ്ങളാണ്. അത്തരത്തിലുള്ള ആൾക്കാരോട് ഒരുപക്ഷെ കാമരാജിന് കത്തയച്ച നെഹ്റു എന്താണോ ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് പറയേണ്ടത്. അതായത് നിങ്ങൾക്ക് ബുദ്ധിസ്ഥിരതയില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സയാണ് നിങ്ങൾക്ക് വേണ്ടത്. അതല്ലാതെ ശ്രീനാരായണ ഗുരുവിനെ എതിർക്കുക എന്നുള്ളതല്ല, ശ്രീനാരായണ ഗുരു വിശ്വസിച്ചിരുന്ന സങ്കല്പങ്ങളെ എതിർക്കുക എന്നുള്ളതല്ല. അദ്ദേഹം ഒരു റെവല്യൂഷണറി ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ റെവല്യൂഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല, പക്ഷേ സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ സനാതന ധർമ്മത്തിൽ വിശ്വസിച്ചിരുന്ന നിരവധി ആൾക്കാർ ഇതേപോലെ തന്നെ ആ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കാലോചിതമായിട്ടുള്ള പല പരിഷ്കാരങ്ങളും നടത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള തെറ്റുകളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വേദം എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതാണല്ലോ ഏറ്റവും പ്രധാനം. അതായത് വേദവുമായി ബന്ധപ്പെട്ട് കുറേയധികം റെസ്ട്രിക്ഷൻസ് നിലനിൽക്കുന്നു. ഇത് തന്നെ കാണിച്ചു തരുന്നത് എന്താണ്? ഈ വേദത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാണ്. അതായത് ഈ വേദം പഠിക്കുന്ന കുറേയധികം ആൾക്കാർ അന്നുണ്ടായിരുന്ന ഒരു സോഷ്യൽ ഇൻജസ്റ്റിസിൻ്റെ ഭാഗമായി ഇതെല്ലാവർക്കും കിട്ടേണ്ടതില്ല, ഞങ്ങൾ കുറച്ചു പേരുടെ കയ്യിൽ വളരെ എലീറ്റായിട്ട് മാത്രം നിന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന കുറച്ചധികം ആൾക്കാരാണ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് കഥകൾ ഇറക്കുന്നത്. അത്തരത്തിലുള്ള കഥകളുടെ ഭാഗമായിട്ട് പ്രചരിപ്പിക്കുന്ന വിശ്വാസത്തിൽ വരുന്ന കാര്യമാണ് ഇന്ന ആൾക്കാർ, ഇന്ന വിഭാഗത്തിലുള്ള ആൾക്കാർ വേദം വായിക്കാൻ പാടില്ല. അതിൽ സ്ത്രീകളെയും ഉൾപ്പെടുത്തി. അപ്പോൾ വളരെ പുരുഷ മേധാവിത്വമുള്ള ഒരു സൊസൈറ്റിയിൽ സ്ത്രീകളും വേദം പഠിക്കാൻ പാടില്ല, വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ആ ആൾക്കാർക്ക് ഒന്നുകിൽ വേദത്തിനെ അറിയില്ല, അതല്ല എങ്കിൽ അറിഞ്ഞിട്ടും തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. അതിനെ എതിർക്കുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അതേപ്പറ്റി അദ്ദേഹം പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, ഒരു ഗ്രന്ഥരചന തന്നെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് തന്നെ അദ്ദേഹം വേദത്തിനെക്കുറിച്ച് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ ഇവരെല്ലാവരും തമ്മിലുണ്ടായിരുന്ന ഒരു പാരസ്പര്യമുണ്ട്, ഗുരുദേവനാണെങ്കിലും അതേപോലെ ചട്ടമ്പി സ്വാമികളാണെങ്കിലും ഒക്കെ തന്നെ. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ ഇതിനെ ഓരോരുത്തരെയും ഓരോ പ്രത്യേക വിഭാഗത്തിലേക്ക് വെച്ചുകൊണ്ട് ഇന്നയാൾ ഞങ്ങളുടെ സമുദായത്തിൻ്റെതാണ് എന്ന് പറയുന്ന ഒരു രീതിയാണ് നമ്മളിന്ന് കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പലപ്പോഴും പല വാർഷിക സമ്മേളനങ്ങളും മറ്റും വരുന്ന സമയത്ത് പേരിന് നമ്മളിങ്ങനെ പല സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ അല്ലെങ്കിൽ പല മതവിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരെയൊക്കെ തന്നെ ഒരു സർവ്വമത സമ്മേളനം എന്ന രീതിയിലത്തേക്ക് ഏതെങ്കിലും ഒരു ഉദ്ഘാടന സമ്മേളനത്തിലോ സമാപന സമ്മേളനത്തിലോ പങ്കെടുപ്പിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇവർ തമ്മിലൊരു ഈ പാരസ്പര്യമില്ല. ഇപ്പോൾ ഞാനീ പറയുന്ന നായർ വിഭാഗവും ഈഴവ വിഭാഗവും തമ്മിൽ പോലും ഒരു തുടർച്ചയായിട്ടുള്ള ഒരു പാരസ്പര്യമില്ല. ഏതെങ്കിലും സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചില വേദികൾ പങ്കിടുന്നു എന്നതിനപ്പുറത്തേക്ക് ഗുരുദേവനും പിന്നെ ചട്ടമ്പി സ്വാമികളും തമ്മിൽ ചെയ്തിരുന്ന ഒരു പാരസ്പര്യം പോലും എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ആൾക്കാരാണ് ഇവരെയൊക്കെ തന്നെ ഇന്ന് ആരാധിച്ചുകൊണ്ട് നടക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വൈചിത്രം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ തെറ്റാണ് എന്ന് മനസ്സിലാക്കി ഇവരൊക്കെ തന്നെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന സങ്കല്പങ്ങൾ അല്ലെങ്കിൽ അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ ഇതൊന്നും തന്നെ തെറ്റല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് സനാതനമാണ് എന്ന് സമ്മതിക്കുന്നത് കൊണ്ട് നമ്മുടെ തലയിലെ കിരീടം ഇളകി വീഴില്ല എന്ന് മനസ്സിലാക്കി രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഒരു ഭാഗം പറഞ്ഞതുകൊണ്ടാണ്. ഇപ്പോ സ്റ്റാലിൻ കേരളത്തിലേക്ക് വരുന്നു, ഇവിടെ വലിയ രീതിയിലുള്ള ജാതി വിരുദ്ധ സമരങ്ങളുടെ ഭാഗമായിരുന്നു താനെന്ന് പറഞ്ഞത്. പക്ഷെ തമിഴ്നാട്ടിലെ അവസ്ഥ നമുക്ക് അതിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി അറിയാവുന്നവർക്ക് സ്റ്റാലിൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും അത്തരത്തിലുള്ള സാമൂഹ്യ അനീതികൾക്കെതിരെ എന്തെങ്കിലും തരത്തിൽ പ്രാക്ടിക്കൽ ലെവൽ പോസിബിൾ ആയി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കില്ല. വ്യക്തിപരമായി എന്റെ ഒരു ഒബ്സർവേഷൻ ആണ്, തിരുത്താം തെറ്റുണ്ടെങ്കിൽ. അപ്പം ഇതിന്റെ രാഷ്ട്രീയ ഗൂഢാലോചന കൂടി ഒന്ന്, അങ്ങനെ ഒരു ടേം ശ്രീത്ത് ഉപയോഗിക്കുമ്പോൾ അതുകൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ തോന്നുന്നു. നിശ്ചയമായും. കാരണം ഇത് രാഷ്ട്രീയമാണ്. അതല്ല എങ്കിൽ മുഖ്യമന്ത്രിക്ക് അതവിടെ പറയേണ്ടുന്ന യാതൊരു വിധത്തിലുള്ള കോണ്ടെക്സ്റ്റും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം പറയുന്നത് സത്യവിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ശ്രീനാരായണ ഗുരുവിനെ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ രചനകളിൽ കൂടിയാണ്, അല്ലാതെ അദ്ദേഹത്തിനെക്കുറിച്ച് മറ്റുള്ള ആൾക്കാർ എന്ത് പറഞ്ഞു എന്നതല്ല. അതിന് പല വ്യാഖ്യാനങ്ങളുണ്ടാകാം. ഇപ്പോൾ അതിൽ മനുജയ്ക്കൊരു അഭിപ്രായം ഉണ്ടാകാം, എനിക്കൊരു അഭിപ്രായം ഉണ്ടാകാം. പക്ഷെ അദ്ദേഹം എന്ത് പറഞ്ഞു എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം 100% അടിയുറച്ച സനാതനധർമ്മ വിശ്വാസിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടം വരെയും.
ആ കാര്യം അദ്ദേഹം തന്നെ എൻഡോഴ്സ് ചെയ്തിട്ടുണ്ട്, വീണ്ടും വീണ്ടും ആവർത്തിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നാട്ടിലുള്ള ഒരു സോഷ്യൽ ഇൻജസ്റ്റിസിൻ്റെ ഭാഗമായിട്ട് ഇന്നും അത് നിലനിൽക്കുന്നു, അതിൻ്റെ അനുരണനങ്ങൾ ഇന്നും നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട് എന്ന് സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു പൊളിറ്റിക്കൽ ഡിവൈഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ബ്രാഹ്മണ്യം എന്തോ എതിർക്കപ്പെടേണ്ടതാണ് എന്ന രീതിയിലേക്ക് ഇന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇന്ന് ഭരിക്കുന്നത് സനാതനധർമ്മമല്ല, ഇന്ന് ഭരിക്കുന്നത് രാജാക്കന്മാരല്ല, ഇന്ന് ഭരിക്കുന്നത് വരേണ്യവർഗത്തിലുള്ള ആൾക്കാരല്ല, ഇന്ന് ഭരിക്കുന്നത് ജനാധിപത്യത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരാണ്. അതിൽ ഉയർന്ന ജാതിക്കാരുണ്ടാകാം, താഴ്ന്ന ജാതിക്കാരുണ്ടാകാം. നമ്മുടെ ഭരണ നിർവഹണം നടത്തപ്പെടുന്നത് നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങൾക്കും ഭരണഘടനയ്ക്കും അനുസൃതമായിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്ന ഏതൊരു സോഷ്യൽ ഇൻജസ്റ്റിസിനും അതിനെ തുടച്ചു മാറ്റേണ്ടതിൻ്റെ വിപ്ലവകരമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കേണ്ടത് നമ്മൾ തിരഞ്ഞെടുത്ത് അധികാരത്തിലേറ്റിയിരിക്കുന്ന നമ്മുടെ ഭരണകർത്താക്കളാണ്. പക്ഷേ അത്തരത്തിലുള്ള ആൾക്കാർ ചെയ്യുന്നത് എന്താണ്? പണ്ടുണ്ടായിരുന്ന ഒന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിവേഴ്സ് അപ്പാർത്തൈഡ് എന്നൊക്കെ പറയാവുന്ന രീതിയിലത്തേക്ക് ഇന്നും ചില ആൾക്കാരെ അന്യവൽക്കരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പണ്ടത് നമ്മൾ ഈ പറയുന്ന സോ കോൾഡ് അവർണ വിഭാഗത്തിലാണ് എങ്കിൽ ഇന്ന് അത് നേരിടുന്നത് സോ കോൾഡ് സവർണ വിഭാഗത്തിലുള്ള ആൾക്കാരാണ്. കാരണം ഇവരുടെ മുത്തച്ഛൻ്റെ മുത്തച്ഛൻ്റെ മുത്തച്ഛൻ ഇങ്ങനെ പെരുമാറി എന്ന രീതിയിലത്തേക്കാണ്. കാരണം ഇന്നുള്ള ബ്രാഹ്മണരാരും അങ്ങനെ ചെയ്ത ആൾക്കാരല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പെരിയാറെ പോലുള്ള ആൾക്കാർ തുടങ്ങി വെച്ചത് അതാണ്. അതായത് ബ്രാഹ്മണ വിരോധം എന്നുള്ള ഒരു കാര്യത്തിനെ തുടർച്ചയായി പറഞ്ഞുകൊണ്ട് ഇവർ വെറുക്കപ്പെടേണ്ടവരാണ്, ഇവർക്ക് നമ്മുടെ സമൂഹത്തിൽ സ്ഥാനം കൊടുക്കേണ്ടതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ എതിർക്കുന്ന ആൾക്കാരെ ഒപ്പം നിർത്തുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ലാർജറായിട്ടുള്ള സനാതന ധർമ്മം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് പോയാൽ, ശ്രീനാരായണ ഗുരു പള്ളാത്തുരുത്തിയിൽ പറഞ്ഞിരിക്കുന്ന അതേ കോൺസെപ്റ്റിലേക്ക് പോയാൽ എല്ലാ വിഭാഗത്തിലുമുള്ള ആൾക്കാർ എല്ലാ സംഘടനകളിലും ഉണ്ടായി പറ്റും. കാരണം അത് ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിയുടെ സമുദായത്തിൻ്റെതായിട്ടുള്ള ഒരു സംഘടനയല്ല. പിന്നെ എല്ലാവരും അതിലേക്ക് വരണം. കാരണം കോമൺ പ്ലേസ് എന്ന് പറയുന്നത് അവരുടെ കോമൺ ഗ്രൗണ്ട് എന്ന് പറയുന്നത് അവരുടെ ധർമ്മമാണ്. ആ സനാതന ധർമ്മമാണ്, സനാതന സത്യമാണ്. ഇതിനെ മറികടന്നുകൊണ്ട് ഇങ്ങനെ ഒന്നില്ല, ഇങ്ങനെ ലാർജറായിട്ടുള്ള ഒരു ഹിന്ദു യൂണിറ്റി ഇവിടെ വേണ്ട, പകരം നമ്മൾ ഓരോരുത്തരും വിഘടിച്ച് നിന്നാൽ മതി. ഇതിൽ തന്നെ ബ്രാഹ്മണൻ എതിർക്കപ്പെടേണ്ടവരാണ്, സവർണൻ എതിർക്കപ്പെടേണ്ടതാണ്, നമ്മൾ അവരുടെ കൂടെ അല്ല, നമുക്ക് വേണ്ടിയല്ല അവർ നിലനിന്നിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ കൃത്യമായിട്ട് പോളറൈസ് ചെയ്തുകൊണ്ട് ഒരു വോട്ട് ബാങ്കായിട്ട് നിർത്താനുള്ള തന്ത്രമാണ് ഇ വി രാമസ്വാമി നായ്ക്കർ അടക്കം ചെയ്തിരുന്നത്. അതിൻ്റെ അപകടം തിരിച്ചറിഞ്ഞ ആൾക്കാരിൽ ഒരാളാണ് ആദ്യമേ തന്നെ ജവഹർലാൽ നെഹ്റു. പക്ഷേ പിന്നീട് അതിനെ ഒരു പൊളിറ്റിക്കൽ കോൺസെപ്റ്റ് ആക്കിയിട്ട് DMK അതിനെ അടിസ്ഥാന പ്രമാണമാക്കിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഓരോ സമയത്തും ഇതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഉദയനിധി സ്റ്റാലിൻ പറയുന്നത് ഇത് ഒരു തുടച്ചു മാറ്റേണ്ടുന്ന ഒരു മഹാമാരിയാണ് എന്ന രീതിയിലത്തേക്കുള്ള പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. അതല്ലാതെ സനാതനധർമ്മം എന്ത് ദോഷം ചെയ്തതിന് ശേഷമാണ്. ഇപ്പോൾ എന്താണ് പ്രശ്നം? നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഹിന്ദു എന്ത് ചെയ്താലും അത് സനാതനധർമ്മത്തിൻ്റെ വീഴ്ചയായിട്ടേ പറയുകയുള്ളൂ. അതിപ്പോൾ എന്ത് രീതിയിലുള്ള ഒരു മോശമായിട്ടുള്ള കാര്യം വന്നു കഴിഞ്ഞാലും, നേരെ മറിച്ച് ഇത് സനാതനധർമ്മം പറയുന്നതാണോ, സനാതനധർമ്മത്തിൻ്റെ വക്താവാണോ ഈ ആൾക്കാർ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലൊക്കെ ഡിസ്പ്യൂട്ടഡ് ആണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തന്നെ ആൾക്കാർ പറയുന്ന സമയത്ത് എന്താ പറയുക? സനാതനധർമ്മത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ജാതി വ്യവസ്ഥയിൽ നിന്നുണ്ടായതാണ് അവിടെ വൈക്കത്തെ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നടവഴികൾ പൊതുവഴികളാകാതെ അവിടെ വരേണ്യവർഗ്ഗക്കാർക്ക് മാത്രം ആക്സസ് ഉണ്ടായിരുന്ന കാലമെന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൽ പിന്നെ മറ്റുള്ള വിഭാഗത്തിലുള്ള ആൾക്കാർ അതിനെ എതിർത്തുകൊണ്ട് അതൊരു വലിയ വിപ്ലവമായി മാറി എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, NSSും മന്നത്ത് പത്മനാഭനും അതിൽ എവിടെ നിൽക്കും? NSS എന്ന് പറയുന്നത് നായർ സർവീസ് സൊസൈറ്റിയാണ്, മന്നത്ത് പത്മനാഭൻ അതിൻ്റെ സ്ഥാപകനാണ്. NSS എന്ന് പറയുന്നത് നായർ വിഭാഗം എന്ന് പറയുന്നത് സോ കോൾഡ് പിന്നെ സവർണ വിഭാഗമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്തായിരുന്നു? സംഘടനയുടെ നിലപാട് എന്തായിരുന്നു? അവർ പറഞ്ഞത് ഒരു സോഷ്യൽ ഇൻജസ്റ്റിസ് ആണ്. അതുകൊണ്ട് അവർക്ക് വേറെ അതിലേക്ക് ഇടപെടേണ്ടത് മറ്റൊരു കാര്യമില്ല. കാരണം അവർക്ക് അപ്പോഴും ആ വഴികൾ ഉപയോഗിക്കാം. പക്ഷെ അന്ന് അവിടെ ഉണ്ടായിരുന്ന ചിന്ത എന്താണ്? ആ ചിന്ത എന്ന് പറയുന്നത് നമുക്കുള്ള സ്വാതന്ത്ര്യം പോലെ ഇത് നിഷേധിക്കപ്പെടുന്ന ആൾക്കാർക്കും ആ സ്വാതന്ത്ര്യം ലഭിക്കണം എന്ന് ഈ സോക്കോൾഡ് സവർണ വിഭാഗത്തിലുള്ള ആൾക്കാർ ചിന്തിച്ചത് കൊണ്ടാണ് മന്നത്ത് പത്മനാഭൻ അത് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വൈക്കത്ത് നിന്ന് കാൽനടയായിട്ട് തിരുവനന്തപുരത്തേക്ക് പോയത്. അപ്പോൾ ആദ്യം അതിന് വലിയ അക്സെപ്റ്റൻസ് ഉണ്ടായില്ല എങ്കിൽ പിന്നീട് അതിനോടൊപ്പം ആൾക്കാർ നടന്നു കൂടുകയാണ്. അങ്ങനെ 10,000-ഓളം ആൾക്കാരാണ് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഈ ജാഥയിലുണ്ടായിരുന്നത്. അതിനുശേഷം അവരൊരു മെമ്മോറാണ്ടം തയ്യാറാക്കി. 25,000-ഓളം ആൾക്കാർ ഒപ്പിട്ടിരിക്കുന്ന ഒരു മെമ്മോറാണ്ടം അവർ റീജന്റ് റാണിക്ക് അവിടെ സമർപ്പിക്കുന്നു. അതിനുശേഷം പിന്നീട് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെടുന്ന സമയത്താണെങ്കിലും സർവേ നടക്കുന്ന സമയത്ത് പോലും ആ സർവേയിൽ പങ്കെടുത്തിരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന സവർണ വിഭാഗത്തിലുള്ള ആൾക്കാർ പറഞ്ഞിരുന്നത് ക്ഷേത്രങ്ങൾ എല്ലാ വിഭാഗത്തിലുമുള്ള ആൾക്കാർക്ക് തുറന്നു കൊടുക്കണമെന്നാണ്. അപ്പം ചരിത്രപരമായിട്ടുള്ള കോണ്ടെക്സ്റ്റ്, ഇത് ഹിസ്റ്റോറിക്കൽ റെഫറൻസ് ഉള്ള കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം ഇവിടെ നടന്നിരിക്കുമ്പോൾ നമ്മൾ ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ ഈ ജാതി വ്യവസ്ഥയുടെ എവിടെ കൊണ്ട് കെട്ടും? മന്നത്ത് പത്മനാഭനെ എവിടെ കൊണ്ട് കെട്ടും? മന്നത്ത് പത്മനാഭൻ വിശ്വസിച്ചിരുന്ന സനാതന ധർമ്മത്തിനെയോ NSS എന്ന് പറയുന്ന സംഘടനയോ നമ്മൾ ഇവിടെ കൊണ്ട് കെട്ടും. അപ്പോൾ അവിടെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇൻജസ്റ്റിസ് എവിടെ നടന്നു കഴിഞ്ഞാലും അതിൻ്റെ പിതൃത്വം നമ്മൾ ഈ സനാതന ധർമ്മത്തിനോ അതിൻ്റെ ഏതെങ്കിലും ഒരു സംഘടനയ്ക്കോ കൊടുക്കുമ്പോൾ ഇവർ ചെയ്തിരുന്ന നല്ല കാര്യങ്ങളെ ആൾക്കാർ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചട്ടമ്പി സ്വാമികളെ നമ്മൾ ഇവിടെ കൊണ്ട് കെട്ടും. അതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ആ പ്രശ്നത്തിൻ്റെ പിതൃത്വം ഒരാൾക്ക് കൊടുക്കാം എന്നതുപോലെ പ്രശ്നം പരിഹരിക്കാനായി ശ്രമിക്കുന്ന ആൾക്കാരുടെ പിതൃത്വം, അല്ലെങ്കിൽ പരിഹരിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് ആ പരിഹരിക്കുന്നതിൻ്റെ പിതൃത്വം കൊടുക്കാനായിട്ട് ആൾക്കാർ തയ്യാറാകുന്നില്ല. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്?
ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും പിന്നീട് നടന്നിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളും കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് കൃത്യമായി കാണാൻ പറ്റുന്ന ഒരു ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേയധികം വോട്ട് CPM നഷ്ടമായിട്ടുണ്ട്. CPM കോർ വോട്ടുകൾ, അവർ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്ന പല വോട്ടുകളും ആലപ്പുഴ പോലെയുള്ള ഈഴവ വിഭാഗത്തിന് തന്നെ വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ നിന്ന് അത് അവർക്ക് നഷ്ടമായിട്ടുണ്ട്. അങ്ങനെ അവർക്ക് നഷ്ടമായിട്ടുണ്ട് എങ്കിൽ അത് കൊടുക്കുന്ന സിമ്പൽ എന്താണ്, ഒരു സിഗ്നൽ എന്താണ്? അത് നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഈഴവ വിഭാഗം, അതായത് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഏറ്റവും കോർ വോട്ട് ബേസ് ആയിട്ടുള്ള ഈഴവ വിഭാഗം അവരിൽ നിന്ന് അകലുന്നു. അപ്പോൾ മുഖ്യമന്ത്രി ആ പറയുന്നത് എന്തിൻ്റെ പേരിലാണ്? ഇത് സനാതന ധർമ്മത്തിൻ്റെ ഭാഗമായിട്ടുള്ള വക്താവായിരുന്നില്ല ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് പോകേണ്ടവരല്ല, അത് വേറെയാണ്, നിങ്ങൾ ഇവിടെ നിൽക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഒറ്റയ്ക്കൊരു വോട്ട് ബാങ്കായിട്ട്, ഇത് ഒറ്റയ്ക്കൊരു തുരുത്തായിട്ട് അവിടെ നിലനിൽക്കണമെന്നുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു താല്പര്യം അതിൻ്റെ പിന്നിലില്ല എന്നെങ്ങനെ പറയാൻ കഴിയും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് രാഷ്ട്രീയമായിട്ട് നമുക്ക് ലാഭമുണ്ടാക്കുന്നതിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ നടക്കുന്ന സമയത്ത് സമൂഹത്തിൽ ഇത് ഉണ്ടാക്കുന്ന ആശങ്ക എത്രത്തോളമാണ്, സമൂഹത്തിൽ ഇതുണ്ടാക്കുന്ന അസ്ഥിരത എത്രത്തോളമാണ്, അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, ജാതി ചിന്തകൾ, പല വിഭാഗങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ, ഇതൊക്കെ ഉണ്ടാക്കുന്നതിനും പിന്നെ എത്രയോ തുടർ പ്രസ്താവനകൾ നമ്മൾ കണ്ടു. അതിനെ അനുകൂലിച്ചും എതിർത്തും ഒക്കെ തന്നെ ആൾക്കാർ ഇങ്ങനെ പറയുകയും കോൺഗ്രസിൽ തന്നെ പല അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു, BJP നിന്ന് അഭിപ്രായങ്ങൾ വരുന്നു. ഞാൻ പറഞ്ഞത് ഇങ്ങനെ അലക്കുന്നതിന് വേണ്ടിയിട്ട് പൊതുമധ്യത്തിലേക്ക് ഈ ഒരു വിഷയത്തിനെ കൊടുക്കുന്നത് എന്തിനാണ്? ഇത് മറ്റൊരാളാണ് പറഞ്ഞിരുന്നത് എങ്കിൽ ഇന്ന് കലാപാഹ്വാനത്തിന് ചിലപ്പോൾ കേസെടുത്തേനെ. പക്ഷേ ഇത് നമ്മുടെ ഐഡിയോളജിയോട് ചേർന്ന് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ പറഞ്ഞേ പറ്റൂ എന്ന രീതിയിലേക്കുള്ള ചിന്ത ഒരു രാഷ്ട്രീയ വിഭാഗത്തിനുണ്ട് എങ്കിൽ, അവർക്ക് ഭരണമുണ്ട് എങ്കിൽ ഇതൊക്കെ തന്നെ അനുസ്യൂതം തുടരും. അതാണ് ഇതിലെ പ്രശ്നം. അല്ലാതെ ഇവിടെ ശ്രീനാരായണ ഗുരുദേവനോ സനാതന ധർമ്മമോ അല്ല പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമുദായവുമായി ബന്ധപ്പെട്ട വോട്ട് ബാങ്കാണ്. അവർ പോകുന്നതിലുള്ള അസ്വസ്ഥതയാണ്, അതിൻ്റെ പേരിലാണ്. അപ്പോൾ അവരെ നിർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടുന്ന സ്കീമുകൾ, ഇപ്പോൾ ഇവിടെ എല്ലാം ജാതി വൈസാണല്ലോ സ്കീമുകൾ കൊടുക്കുക, ജാതി സെൻസസിനെ തന്നെ പിന്തുണയ്ക്കുന്ന ആൾക്കാരാണ് എങ്കിൽ അവർക്ക് വേണ്ടുന്ന പദ്ധതികൾ നിങ്ങൾ കൊടുത്തിട്ട് അവരെ കൂടെ നിർത്താനായിട്ട് വേണമെങ്കിൽ ശ്രമിക്കുക. കാരണം അധികാരം നിങ്ങളുടെ കയ്യിലുണ്ട്. അതല്ലാതെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വക്താവായിരുന്ന, ഒരു മതസമുദായത്തിൽ പെടുത്തി മാത്രം തളച്ചിടാൻ കഴിയാത്ത ശ്രീനാരായണ ഗുരുദേവനെ പോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സനാതനധർമ്മത്തിൻ്റെ വക്താവും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന ഒരു വ്യക്തിയെ, അദ്ദേഹത്തെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും കലഹമുണ്ടാക്കാനായിട്ടുള്ള ഒരു തിരി കൊളുത്തുക എന്നതിനപ്പുറത്തേക്ക് മറ്റെന്തെല്ലാം നല്ല കാര്യം ചെയ്യാൻ കഴിയും, അത് മുഖ്യമന്ത്രിയും മറ്റുള്ള ആൾക്കാരും ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തികച്ചും വ്യക്തമാണ് താങ്കളുടെ നിലപാട്. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ വിവാദം ഉണ്ടായപ്പോഴും അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണെന്ന് പറയുന്നത്. പക്ഷേ ചരിത്ര വസ്തുതകൾ, ശ്രീനാരായണ ഗുരുവിന്റെ എഴുത്തുകൾ, അദ്ദേഹം എൻഡോസ് ചെയ്തിരുന്നത് എന്തായിരുന്നു എന്ന് മനസ്സിലാകുമ്പോൾ അതൊരിക്കലും നമുക്ക് അദ്ദേഹത്തെ ഒരു സനാതനവാദി ആയിരുന്നില്ല എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും പറയാൻ സാധിക്കില്ല എന്നതാണ്. എന്തായാലും ഒരു രാഷ്ട്രീയമായ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നുള്ള ശ്രീജിത്തിന്റെ പ്രസ്താവനയ്ക്ക് വളരെ വലിയ ആഴമുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം മറന്നാടുന്നതിനെ കുറിച്ച്. താങ്ക് യു.